കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആവങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 80569999. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. 65ന്റെ നിറവിൽ മിനിസ്റ്റർ സുരേഷ് ഗോപി. ആഘോഷങ്ങളില്ലെങ്കിലും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിച്ചും അഭിവൃദ്ധിക്കുമായി പ്രാർത്ഥിച്ചും തൃശൂരിലെ ആരാധകർ. മലയാളികളുടെ പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോയും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപിയുടെ 65ാം പിറന്നാളാണിന്ന്. തന്റെ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ ഇന്ന് അദ്ദേഹം ഡൽഹിയിലാണ്. ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലെത്തി സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും പൂച്ചെണ്ടുകൾ സമ്മാനിച്ചു. വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ശോഭിച്ചു നിൽക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ പിറന്നാളെത്തുന്നത്. 1965 KS സേതുമാധവന്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായാണ് സുരേഷ് ഗോപി സിനിമയിലേക്ക് ചുവടുവെച്ചത്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ നായകൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർത്തി. ഷാജി കൈലാസിന്റെ തലസ്ഥാനത്തിലൂടെ നായക വേഷത്തിൽ ശ്രദ്ധേയമായത്. മൺചിത്രത്താഴ്, കമ്മീഷണർ, ലേലവും പത്രവുമൊക്കെ സൂപ്പർ ഹിറ്റുകളായി മാറി. പിന്നീട് സുരേഷ് ഗോപിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കളിയാട്ടത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സുരേഷ് ഗോപിയെ തേടിയെത്തി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് പഠനകാലത്ത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി. സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. കോൺഗ്രസ് സഹയാത്രികനായിട്ടായിരുന്നു പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. VS അച്യുതാനന്ദന്റെ ആരാധകനായിരുന്ന സുരേഷ് ഗോപി രാഷ്ട്രീയം മറന്ന് അച്യുതാനന്ദനു വേണ്ടി മലമ്പുഴയിൽ പ്രചാരണത്തിനിറങ്ങി. 2016 രാഷ്ട്രപതി സുരേഷ് ഗോപിയെ രാജ്യസഭാംഗമായി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലിയും മികവും കണ്ട അദ്ദേഹം 2016 ഒക്ടോബറിൽ BJPയിൽ ചേർന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. എന്നാൽ 3ാം സ്ഥാനം കൊണ്ട് അദ്ദേഹത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന്റെ K മുരളീധരനെയും LDFന്റെ VS സുനിൽകുമാറിനെയും പരാജയപ്പെടുത്തിയാണ് വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. NDA സർക്കാരിന്റെ മന്ത്രിസഭയിൽ സുരേഷ് ഗോപിക്ക് അർഹമായ അംഗീകാരം ലഭിച്ചു. അകാലങ്ങളിൽ പൊലിഞ്ഞ മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി സുരേഷ് ഗോപി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ട്രസ്റ്റിന്റെ പേരിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി നടത്തിവരുന്നുണ്ട്. ചലച്ചിത്ര വിതരണ കമ്പനി ഉടമയായിരുന്ന ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും മകനാണ് സുരേഷ് ഗോപി. രാധികയാണ് ഭാര്യ. 90ലാണ് സുരേഷ് ഗോപി രാധികയെ ജീവിത പങ്കാളിയാക്കിയത്. യുവനടൻ ഗോകുൽ സുരേഷ്, ഭാഗ്യ, മാധവ്, ഭവനി എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.